आपके संगति में हम एक बार और आपके वचन से सीखने के लिए आ रहे हैं। അവിടുത്തെ കർത്താവേ പരിജ്ഞാനത്തിന്റെ ആത്മാവിനാൽ വിവേചനത്തിന്റെ ആത്മാവിനാൽ കർത്താവേ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. परमेश्वर आपकी ज्ञान और बुद्धि की आत्मा से हमें भर दीजिए. ഗ്രഹിച്ചെടുക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ग्रहण करने का आपका कृपा हमारे ऊपर उंडेल दीजिए प्रभु. കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. हमें सिखाइए. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. हमें सुनने वालों को भी आप आशीष करिए. സൂമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവേ ഈ രൂപാന്തരം ഉണ്ടാവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर एक मीडिया के द्वारा में देखने वालों के जीवन के अंदर भी बदलाव आने पाए. വിതയ്ക്കുന്ന വചനങ്ങളൊക്കെയും കർത്താവേ 1000 മേനിയായി ഫലം കായ്ക്കട്ടെ. परमेश्वर जो बोने वाला बीज जो है 100 गुना फल लाने पाए. അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण പ്രാർത്ഥന നടന്നാൽ സ്തോത്രം. हमने हमारी प्रार्थनाओं को सुन लिया. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. यीशु मसीह के नाम से हमने प्रार्थना मांगी. सुनो और कबूल करो हमारे स्वर्गीय पिता. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. ദൈവം എല്ലാവരെയും ധാരാളമായി രാത്രികാലം അനുഗ്രഹിക്കട്ടെ. आमीन. നമുക്കൊരു പാട്ട് പാടാം, ദൈവത്തെ ആരാധിക്കാം. हालेलुया. स्तोत्रम राजा. हालेलुया. Glory to Jesus, we worship you and praise you, Lord. Hallelujah. അധികാരമുള്ള
ജയാളിയേ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ നാം വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ നാം വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ നാം ഉയർത്തിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഒന്നും കൂടെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ നാം വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ നാം ഉയർത്തിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ പിതാവേ നല്ല കർത്താവേ അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു वो स्वर्गीय पिता आपके महिमा भरा हुआ उस सन्निधि के लिए धन्यवाद ഈ करते हैं പകലിലും കർത്താവേ അവിടുത്തെ വലിയ നന്മകളാൽ നിങ്ങളെ നിറയ്ക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം परमेश्वर आज दिन के समय भी आपके महान आशीषों से हमें भर ഹൃദയയുടെ ഹൃദയത്തെ दीजिए തുറന്നതുപോലെ ദൈവത്തിന്റെ വചനത്തെ ആഴമായി ചിന്തിപ്പാൻ ദൈവാത്മാവ് ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തുറക്കുമാറാകട്ടെ परमेश्वर आपने जैसे लुतिया के दिल को खोला है प्रभु ऐसे हम हर किसी के दिल को आज खोल दीजिए ताकि हम आपके वचन को ग्रहण करने അവിടെ पाए ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ अब हमसे बात करिए അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു आपके हाथ में समर्पण करें ഞങ്ങളെയും കേൾക്കുന്നവരെയും ഒരുപോലെ അനുഗ്രഹിച്ച हमें भी और हमें सुनने वालों को भी एक जैसा आशीष करें അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു आपके हाथ में समर्पण करें പ്രാർത്ഥനകളാൽ സ്തോത്രം आपने ചെയ്യുന്നു हमारी प्रार्थनाओं को सुन लिया इसलिए धन्यवाद യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു यीशु मसीह के नाम से हमने मांगा है കൃപതോന്നി ഉത്തരവുണമേ യേശുവിൻ നല്ല പിതാവേ. सुनो और कबूल करो हमारे स्वर्गीय पिता Praise the Lord. आमीन Hallelujah. हालेलुया ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ परमेश्वर हम सबको बहुत आय से आशीष करने पाए Hallelujah. ഈ യാത്രയിലും വീണ്ടും കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവിനെ സഹായിച്ചല്ലോ. നാളുകളായി നമ്മൾ പരിശുദ്ധാത്മാവിനെയും അവിടുത്തെ അഭിഷേകത്തെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. आज रात के समय भी परमेश्वर के वचन से सीखने के लिए परमेश्वर ने हमारे जीवन में एक और अच्छा मौका दिया है। पिछले कुछ दिनों से हम परमेश्वर के उस अभिषेक के बारे में पवित्र आत्मा के बारे में सीख गया। നമ്മൾ എത്ര ചിന്തിച്ചാലും ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരാത്ത ഒരു സബ്ജക്റ്റാണ് അഭിഷേകം, ദൈവം എന്നുള്ള കാര്യങ്ങളൊക്കെ. हम जीवन भर अगर सीखे तो भी ये खत्म नहीं होगा जो परमेश्वर के बारे में और उनके अभिषेकों के बारे में। ദൈവത്തെ കുറിച്ച് നമുക്ക് എത്ര നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. हम जीवन भर उसको खोजो और समझो तो भी हमारे जीवन में ये कम होगा कि परमेश्वर के बारे में അവിടുത്തെ സർവ്വവ്യാപിത്വവും സർവ്വജ്ഞാനവും സർവ്വശക്തിയും മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. परमेश्वर की उस महान जो ज्ञान और महान उस सारे योग्यता जो है हमें हमसे समझना मुश्किल है। നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവന്റെ ബുദ്ധി തുടങ്ങുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന സമയം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ പഠിക്കുകയാണെങ്കിൽ एक व्यक्ति अपने जीवन की शुरुआत से बचपन से लेके समझने का उस समझ जब आता है वो तभी से अगर എത്രത്തോളം പഠിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു സമുദ്രത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു വ്യക്തി തന്റെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്താൽ എത്രത്തോളം വെള്ളം എടുക്കുവാൻ കഴിയുമോ അത്രത്തോളം മാത്രമേ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. वो व्यक्ति जो है उसके समान होगा जो समुद्र के अंदर से एक मुट्ठी पानी जो अपने हाथ में लेता है, वैसे ही उतना ही ज्ञान होगा परमेश्वर के बारे में। പിന്നെയും വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞു കിടക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ സർവ്വശക്തിയും സർവ്വജ്ഞാനവും സർവ്വവ്യാപിത്വം എന്ന് പറയുന്നത്. उसके बाद भी वो समुद्र जैसे पानी से भरा है, वैसे ही परमेश्वर का ज्ञान और
करना, जो उनके जो योग्यता जो है हमारे परख से, हमारे सोच से बढ़कर है। അതുകൊണ്ട് നമ്മളെ അല്പമായി പഠിക്കുന്നത് ഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. इसलिए हम परमेश्वर के बारे में थोड़ा बहुत सीख रहे हैं, वो जो सीख रहे हैं वो अपने जीवन के अंदर अपने कार्य में लाने के लिए कोशिश करेंगे. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. याकूब अपने किताब में, अपने पत्रिका में लिखा हुआ है कि बिना कार्य वाला जो बात जो है वो अपने जीवन के अंदर व्यर्थ है. നമ്മൾ എന്ത് കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാലും ആ പ്രാപിച്ചതിന് വിശ്വാസത്തോടു കൂടെ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ അതിൽ കൂടെ നടത്തുകയുള്ളൂ. अपने जीवन में पाया हुआ हर एक बात, जो समझ रखा हुआ बात जो है हमारे जीवन के अंदर कार्य में लाएगा, तभी परमेश्वर हमारे जीवन के अंदर आशीष करेगा. അബ്രഹാം ഇസ്ഹാക്കിനെ വിശ്വാസത്താൽ യാഗം കഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. हम देखते हैं कि अब्राहम जो है इसहाक को विश्वास के द्वारा उसको बलि देने चला गया. അതിന്റെ അർത്ഥം വിശ്വാസത്താൽ ചെയ്യുന്നതാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ടുപോയി ബലി കഴിച്ചു. इसका मतलब है अब्राहम ने इसहाक को बलि चढ़ा दिया. അബ്രഹാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ, जब अब्राहम ने अपने तरफ से जो करने वाला काम को किया, അബ്രഹാമിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തതിനെ ദൈവം അബ്രഹാമിന് വേണ്ടി ചെയ്തു കൊടുത്തു. अब्राहम से नहीं हो सकता था, उस बात को परमेश्वर ने संभव कर दिया. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം. ये मसीह जीवन का एक मुख्य बात. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നത്, ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകണം. इसलिए हमारे जीवन में हम सीखने वाले हर एक बातों को हर दिन हमें अपने जीवन में कार्य में लाना है. എന്നാൽ മാത്രമേ നമുക്ക് ആത്മീയപരമായി വളരുവാൻ കഴിയുള്ളൂ. तभी हम आत्मिक रीति से बढ़ सकते हैं. ദൈവം നമ്മളെ സഹായിക്കുകയുമുള്ളൂ. परमेश्वर हमारा सहायता. നമ്മൾ തുടർന്ന് ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. हम आगे अपने वजन में बढ़ेंगे. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രവചനത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पिछले दिनों में हमने अपने भविष्यवाणी के बारे में सीख रहे थे. പ്രവചനത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിറയെ സഭകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. भविष्यवाणी के बारे में बहुत सारे गलत फहमियां कलीसिया के अंदर है. നമ്മുടെ സഭകളിൽ അനേക വർഷങ്ങളായി നമ്മൾ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ അതുപോലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हम अपने कलीसिया में कुछ बातों को सीख रखा है, उसको हम फॉलो करते आ रहे हैं. എന്നാൽ വേദപുസ്തകത്തിൽ അതിനെ അങ്ങനെയല്ല പറയുന്നത്. വേദപുസ്തകവുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് പഠിച്ചാൽ നാം പഠിച്ചു വെച്ചിരിക്കുന്ന ആത്മീയ ജീവിതമോ അല്ലെങ്കിൽ ദൈവീയ റൂൾസ് ആൻഡ് റെഗുലേഷനോ ഒന്നുമല്ല ദൈവത്തിന്റെ. लेकिन हम परमेश्वर के वचन के आधार पर उसको अगर आगे सीखे तो वो सारी बातें जो है गलत है. അതിന് വളരെ വ്യത്യാസമുണ്ട്. वो बहुत अलग से है. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ആഴമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകൾ. इसलिए हम उसको थोड़ा गहराई से सीख आ रहे हैं. നാം എപ്പോൾ അതിലേക്ക് ദൈവവചനത്തിന്റെ ബേസിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നോ, जब हम परमेश्वर के उस वचन के आधार पर या उनके नींव पर वापस आएंगे, അപ്പോൾ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിലുള്ള ഒരു ആത്മീയനായ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി ഒരു വ്യക്തിക്ക് വളരുവാൻ കഴിയുള്ളൂ. तभी हम परमेश्वर की इच्छा के अनुसार के एक आत्मिक जीवन बिता सकते हैं. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ പറയാറുണ്ട്, യേശുക്രിസ്തുവിനും പരീശന്മാർക്കും ക്ലാഷ് ഉണ്ടാകുവാൻ കാരണം തന്നെ मैंने पिछले हफ्ते भी आपको बताया था यीशु मसीह और फरीसियों के बीच में क्यों लड़ाई चल रही है. ദൈവത്തിന്റെ കൽപ്പനകളെ പഠിച്ചിട്ട് അത് അവർക്ക് അനുകൂലമായ രീതിയിൽ അവരതിനെ മാറ്റിക്കളഞ്ഞു. परमेश्वर के वचनों को सीखने के बाद वो अपने तरीके से या अपने जिंदगी के अनुसार उसको बदल दिया. പ്രധാനപ്പെട്ട പോയിന്റുകൾ അവർ വിട്ടുകളഞ്ഞു, ത്യജിച്ചു കളഞ്ഞു. जो खास बात है, जो परमेश्वर के वचन के अंदर की जो खास बातों को उन्होंने छोड़ दिया. അവർക്ക് സൗകര്യമുള്ളതുപോലെ അതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് പല കാര്യങ്ങളും അവർ ഉണ്ടാക്കിയെടുത്തു. वो अपने इच्छा के अनुसार या अपने जीवन के चलने के अनुसार उनको बदल दिया. അവിടെയാണ് യേശുവിന്റെ പഠിപ്പിക്കലുകൾക്കും പരീശന്മാർക്കും ഇടയിൽ ക്ലാഷ് ഉണ്ടാകാനായിട്ട് ഇടയായത്. तभी यीशु मसीह और उनके सिखाने में और उनके फरीसियों के बीच में लड़ाई चला. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ബേസിൽ ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇന്ന് കാണുന്ന ആത്മീയതയ്ക്ക് വളരെ വ്യത്യാസമുണ്ട് വേദപുസ്തകമായിട്ട്. इसलिए अगर हम परमेश्वर के चरणों में बैठकर उनके वचन को गहराई से पढ़े तो उसमें बहुत फर्क नजर आएगा. കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു പ്രവചനം എന്നാൽ എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് വേദപുസ്തകത്തിൽ ദൈവാത്മാവ് പ്രവചന കൃപാവരമായി തന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. पिछले दिनों में सीखा है कि भविष्यवाणी क्या है, परमेश्वर के वचन में भविष्यवाणी कौन बोलते हैं, कैसे बोलते हैं करके हमने सीखा. ഞാൻ വിചാരിക്കുന്നത് ഇന്നുകൊണ്ട് പ്രവചനം അതിന്റെ പൂർണ്ണത അല്ലെങ്കിൽ പ്രവചനത്തെ കുറിച്ചുള്ള ചില ഭാഗങ്ങളോട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. आज दिन के समय में उसको खत्म करना चाहता हूं. വേദപുസ്തകം പ്രവചനത്തെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാത്രികൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. हम आज ये सीखेंगे कि परमेश्वर के वचन भविष्यवाणी के बारे में हमें क्या सिखाते हैं. പ്രവചനം പ്രകൃതാതീതമായി മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. भविष्यवाणी जो है इस दुनिया की से हटकर
जो इंसान से बात करने वाली बात है। അല്ലെങ്കിൽ പ്രവചനം ഈ ഭൂമിയുടേതായ കാര്യങ്ങളല്ല, അതിനപ്പുറത്ത് ഉള്ള ചില കാര്യങ്ങളെ കുറിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് പ്രവചനം എന്ന് പറയുന്നത്. भविष्यवाणी वो बात है जो इस पृथ्वी से अलग दूसरे जो दुनिया की बात परमेश्वर अपने राज्य की बात हमसे बताते हैं, वो है भविष्यवाणी। 1 കൊരിന്ത്യർ ലേഖനം पहले कोरिन्थी അതിന്റെ 14-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. उसका 14वां अध्याय 3रा आयत। പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. परंतु जो भविष्यवाणी करता है वो मनुष्यों से उन्नति और उपदेश और शांति की बातें कहता है। ആമേൻ. हालेलुया। അപ്പോൾ ഒരു വ്യക്തി പ്രവചിക്കുന്നത് ആത്മീയപരമായിരിക്കുന്ന വർധനയ്ക്ക് വേണ്ടി ആയിരിക്കണം. अगर एक व्यक्ति भविष्यवाणी करते हैं तो वो आत्मिक उन्नति पाने के लिए करना चाहिए। ഹല്ലേലൂയ. മാത്രമല്ല ആ വ്യക്തി അവരെ എൻകറേജ് ചെയ്യുവാൻ, പ്രബോധിപ്പിക്കുവാൻ തക്കണമായി, ഉത്സാഹം ആത്മാവിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരുവാൻ തക്കണമായി പ്രബോധിപ്പിക്കുന്നതിനായിരിക്കണം. नहीं तो दूसरे व्यक्ति को एक आत्मिक रीति से बढ़ोतरी या उनके जीवन के अंदर आत्मिक बढ़ोतरी देने लायक वो भविष्यवाणी देना चाहिए। മാത്രമല്ല ആശ്വാസത്തിനായിരിക്കണം. नहीं तो उनको शांति तसल्ली देने लायक होना चाहिए। ഈ 3 കാര്യങ്ങൾ പ്രധാനമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ये 3 बात खासकर परमेश्वर की वचन हमें सिखाते हैं। മാത്രം അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവചിക്കുന്ന വ്യക്തി ये कैसे संभव होगा? जो भविष्यवाणी करने वाला व्यक्ति കർത്താവിന്റെ മനസ്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് സഭയെ അറിയിക്കുകയാണ്. परमेश्वर का दिल या परमेश्वर का इच्छा जो है कलीसिया को बताते हैं। ദൈവം സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. परमेश्वर ऐसे हमें बातें करते हैं। ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ എടുത്തു പറയട്ടെ. പല പ്രാവശ്യവും ലൈവിലും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. ദൈവം നമ്മുടെ പിതാവാണ്. परमेश्वर हमारे पिता है। യേശുക്രിസ്തു മാത്രമേ അത് വ്യക്തമായി വെളിപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളൂ. यीशु मसीह ने वो बात हमें प्रकट करके दिखाई। എങ്ങനെയാണ് ഒരു പിതാവും ഒരു ആ വീട്ടിലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധമോ അങ്ങനെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. एक घर के अंदर एक पिता और एक बच्चे के बीच में जो संबंध है वही है हमारे स्वर्गीय पिता और हमारे बीच में। കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ 11 വരെയുള്ളതായിരിക്കുന്ന വാക്യം വായിക്കുമ്പോൾ मत्ती सुसमाचार उसके 7वां अध्याय से अगर आगे पढ़ेंगे तो അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു നല്ല പിതാവ്, ഭൂമിയിലുള്ള ഒരു നല്ല പിതാവ് നല്ലതിനെ തന്റെ കുഞ്ഞുങ്ങൾക്ക് തരികയാണെങ്കിൽ इस पृथ्वी के एक पिता जो है अपने बच्चों को अच्छी बातें, भलाई की बातें अगर देना चाहते हैं तो ഈ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് നന്മ എത്ര അധികമായി തരുമെന്ന് हमारा പറയുന്നു. स्वर्गीय पिता हमें भलाई कितना ज्यादा देगा। അപ്പം ഭൂമിയിലുള്ളതായിരിക്കുന്ന പിതാക്കന്മാരെക്കാളൊക്കെ മില്യൺ ബില്യൺ ട്രില്യൺ മടങ്ങ് അധികമായ ഒരു പിതാവിന്റെ സ്നേഹമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മേൽ പകരുന്നത്. परमेश्वर इस पृथ्वी के पिता से बढ़कर, अगर इस पृथ्वी के पिता के प्यार अगर इतना ज्यादा है तो हमारे स्वर्गीय पिता के प्यार जो उससे बहुत ज्यादा हमारे उनके बच्चों के ऊपर। അപ്പൊ ആ പ്രവചനത്തിൽ കൂടെ ദൈവം നമ്മൾ എന്ത് ചെയ്യുകയാണ്? എൻകറേജ് ചെയ്യുകയാണ്, നമ്മൾ വളരുവാൻ ആഗ്രഹിക്കുകയാണ്. परमेश्वर उस भविष्यवाणी हमारे ऊपर देने से ये चाहता है कि हम उन्नति पाए। ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. परमेश्वर ऐसी बातें हमें सिखाता അല്ലെ है। കണ്ണടച്ചു കഴിഞ്ഞാൽ അവിടെ അസുഖമില്ല, ഇവിടെ ഒരു അസുഖം ഞാൻ കാണുന്നു, ഇപ്പുറത്തൊരു മുഴ കാണുന്നു എന്ന് പറയുന്നതല്ല പ്രവചനം. नहीं तो आंखें बंद करके कि मैंने वहाँ पे एक बीमारी देख रही है, यहाँ पे एक पेट के अंदर ये नजर आ रहा है, वो गोला नजर आ रहा है, ये सब नहीं पता। ആത്മീയ വർധന ഉണ്ടാക്കും. वो आत्मिक बढ़ोतरी देते हैं। ശരിക്കുള്ള പ്രവചനം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ വർധന ഉണ്ടായിരിക്കും. सही ढंग का अगर भविष्यवाणी अगर आप सुनेंगे तो आपके दिल के മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്സാഹം, പ്രബോധനം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്സാഹമുണ്ട്. ദൈവത്തെ കൂടുതലായി അറിയണം, ദൈവത്തെ കൂടുതലായി സ്നേഹിക്കണം, അവനെ കൂടുതലായി ആരാധിക്കണം എന്നുള്ള വലിയൊരു താല്പര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും പ്രവചനം കേൾക്കുമ്പോൾ. नहीं तो भविष्यवाणी सुनने के बाद जो है आपके दिल के अंदर बहुत उत्तेजना मिलती है कि परमेश्वर को और जानना है, परमेश्वर के लिए खड़ा होना है, आराधना करना है, प्रार्थना करना है करके एक उत्तेजना आपके अंदर आए। അത് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ മടുപ്പോടെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ നിരാശയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം ഉണ്ടാകും. नहीं तो ये भविष्यवाणी सुनने के बाद अगर आप निराशा में आए हैं तो निराशा की अवस्था में बैठी है तो उस समय जो अगर भविष्यवाणी सुनेंगे तो आपके अंदर एक तसल्ली आएगी, एक शांति मिलेगी। കാരണം ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആണല്ലോ വചനത്തെ നമുക്ക് തരുന്നത്. नहीं तो हम परमेश्वर के वचन जब पढ़ते समय पवित्र आत्मा हमें वचन देते हैं। ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, അത് എന്നല്ല
ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഹല്ലേലൂയ. परमेश्वर के राज्य के बारे में पौल कहते हैं कि परमेश्वर के राज्य खाना पीना नहीं है, पवित्र आत्मा में खुशी और आनंद है. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകനിൽ കൂടെ, യഥാർത്ഥ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ സഭയിൽ സംഭവിക്കും. जब एक व्यक्ति के द्वारा भविष्यवक्ता के द्वारा हमसे बात करते हैं, तो उस व्यक्ति के जीवन के अंदर 3 तरीके की बात वहाँ प्रकट होगी. ഒന്ന്, നിന്റെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യൻ വളരുവാനിടയാകും. पहली बात है कि आपके अंदर के आत्मिक इंसान की बढ़ोतरी होगी. ക്ഷീണിച്ചു മടുത്തു പോയിരിക്കുന്ന ആത്മീയ അവസ്ഥകൾക്ക് മാറ്റം വന്ന് ദൈവത്തെ കൂടുതലായി സ്നേഹിക്കണം, അറിയണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം എന്നുള്ളതായിരിക്കുന്ന ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ വരുവാനിടയാകും. जो निराश में पड़ा हुआ आपके मन की जो इच्छा जो है वो जगेगा कि परमेश्वर को और जानना है, आराधना करना है, प्रार्थना करने का इच्छा जगेगा. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഭാരങ്ങളുണ്ടെങ്കിൽ, അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് വചനം നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ ആശ്വാസത്താൽ നിറയപ്പെടുവാനിടയാകും. तीसरी बात है, हमारे मन के अंदर कोई दुख, संकट, परेशानी और अशांति की बात हमारे दिल के अंदर है, तो और परमेश्वर की बातें, भविष्यवाणी हम सुनेंगे तो हमारे दिल के अंदर से सारी बातें हट जाएगी. ഇനി ഒരു കാര്യം ഞാൻ വളരെ പർട്ടിക്കുലറായിട്ട് പറയാം, വളരെ ശ്രദ്ധിക്കണം. നമ്മളതിലോ നമ്മളെ അനേക വർഷങ്ങളായിട്ട് പലതും കാര്യങ്ങളും കൊളാപ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പല കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. हमने बहुत सालों से जो हमारे दिल के अंदर बहुत सारे गलतफहमियां भरा हुआ है, इसलिए हमें समझना बड़ी मुश्किल होगा. പ്രവചനത്തിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. भविष्यवाणी को एक मतलब बताने की जरूरत नहीं എന്ന് है, പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കേട്ടിരിക്കുന്നതായ പ്രവചനങ്ങളെല്ലാം, क्योंकि हमने अभी तक जो सुना हुआ भविष्यवाणी सारी, പ്രവാചകൻ അന്യഭാഷയിൽ ചില വാക്കുകൾ സംസാരിച്ചതിന് ശേഷം അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും? അതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രവചനങ്ങൾ ധാരാളമായി കേട്ടിരിക്കുന്നത്. भविष्यवक्ता जो है कुछ बातें जो अन्य भाषा में बोलने के बाद उसका मतलब वो हमें समझाते हैं. हमें लगता है कि भविष्यवाणी ऐसे എന്നാൽ सुना है. വേദപുസ്തകം വ്യക്തമായ തെളിവോടുകൂടെ നമുക്ക് പറയുന്നു, ഒരു പ്രവാചകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുമ്പോൾ അന്യഭാഷ പറയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മോട് സംസാരിക്കാൻ കഴിയും. लेकिन परमेश्वर की वचन हमें साफ कहता है, साफ सिखाता है, एक व्यक्ति अगर भविष्यवाणी दे रहे हो तो अन्य भाषा के अलावा ही वो डायरेक्ट परमेश्वर की बातें हमें बता सकते എന്നാൽ हैं. ഭാഷകൾ മാത്രമേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരിടത്ത് അവിടെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ട്. लेकिन एक जगह अगर भविष्य अन्य भाषा ही बोल रहे हो तो वहाँ पे मतलब बताने की जरूरत है. ഇനിയും ഈ പ്രവചനത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ, അല്ലെങ്കിൽ പഠിപ്പില്ലാത്തവനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിൽ പുതുതായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ അതെന്ത് ചെയ്യും? ബോധ്യമുളവാക്കും. അവനെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കും. അതാണ് പ്രവചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. भविष्यवाणी की खास बात ये है, अगर कोई अनजान व्यक्ति, कोई अनपढ़ व्यक्ति भी अगर कलीसिया में होगा तो वो ये व्यक्ति जो है बात समझ सकते हैं और उसके अनुसार अपने जीवन को बदल सकते हैं. പ്രവചനം പൂർണ്ണമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണെങ്കിൽ ആ സഭയിൽ പുതുതായിട്ട് കടന്നു വരുന്നതായ ഒരു വ്യക്തി 6 വ്യത്യസ്ത കാര്യങ്ങൾ ആ പ്രവചനത്തിൽ കൂടെ മനസ്സിലാക്കാനിടയാവും. अगर एक व्यक्ति उस कलीसिया में नया आया है और अपने भविष्यवाणी के द्वारा चलने वाला वो कलीसिया है, तो उस व्यक्ति के जीवन के अंदर 6 तरीके से बदलावट आएगी. അവന് എല്ലാ കാര്യങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ദൈവസഭയിലുള്ളതായിരിക്കുന്ന ആത്മീയപരമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യം ഒരു ബോധ്യം വരാൻ തുടങ്ങും. सबसे पहले उसके जीवन के अंदर जो है परमेश्वर की उस कलीसिया के अंदर की सारे आत्मिक बातों के बारे में समझ पाएंगे. അത് അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെയുള്ള ബോധം, അല്ലെങ്കിൽ എന്താണ് തെറ്റ്, ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ദൈവത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതായ ഒരു ബോധ്യം അവന്റെ ഉള്ളിൽ ഉണ്ടാകുവാൻ തുടങ്ങും. जब वो सारी बातें उसके अंदर दिल के अंदर आएगा तो उसके अंदर एक बात जगेगी कि मैं एक पापी हूँ, मैं गलत करके आ रहा हूँ अभी तक और मुझे बदलना है करके एक चिंता उसके अंदर जगे. മാത്രമല്ല അവന്റെ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന പാപങ്ങളെ കുറിച്ചൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് അവനെ വെളിപ്പെടുത്തി കാണിക്കുവാനിടയാവും. वही नहीं, उसके जीवन के अंदर की गुप्त बातों को पवित्र आत्मा उसको समझाएगा. അപ്പോൾ അവൻ ഹൃദയം തകർന്നവനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനിടയാവും. तभी वो बहुत दुखित हो, बहुत मन भरते हुए परमेश्वर के चरणों में समर्पण ആ करेगा. സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ദൈവം ഉണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യാനിടയാവും. ये सारे सच्चाई जब वो समझेंगे तो हमारे बीच में परमेश्वर है करके वो समझेगा. പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനും ദൈവത്തെ ആരാധിക്കുവാനിടയാവും. पूरी तरह समर्पण करते हुए परमेश्वर को वो भी आराधना ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. इसके लिए मैं एक उदाहरण ഒരിക്കൽ യേശു ക്രിസ്തു ശമരിയയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ जब यीशु मसीह समरिया की ओर यात्रा कर रहे थे
അദ്ദേഹം ഒരു കിണറ്റിന്റെ കരയിൽ ഇരുന്നു. वो एक कुएं के किनारे बैठ ആ गया। സമയത്ത് ശമര്യക്കായിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ വെള്ളം കോരുവാൻ വരും. वो तो एक समरी स्त्री उनके पास आई। ശിഷ്യന്മാരെ യേശുവിനും കൂടെയുള്ളവർക്കും ആഹാരം കൈക്കൊള്ളുവാൻ പോയിരിക്കുകയാണ്. उनके चेले लोग जो है अपने लिए और यीशु के लिए और उनके चेलों के लिए खाना लेने गए हुए। യേശുക്രിസ്തു ആ കിണറ്റിൻ കരയിൽ ഇരിക്കുമ്പോൾ ആ സ്ത്രീ കടന്നു വരികയും അവളുടെ എല്ലാ രഹസ്യങ്ങളെ കുറിച്ചും യേശു അവളോട് സംസാരിക്കാൻ ഇടയാവും. जब यीशु मसीह उस कुएं के किनारे बैठे थे तो समरी स्त्री जब आई तो उसके बारे में सारी बात जो गुप्त उसके जीवन के अंदर की हर एक गुप्त बात यीशु मसीह जो उनको बता दिया। അവളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ രൂപാന്തരം ഉണ്ടാവാനായിട്ട് ഇടയായി. उसके जीवन के अंदर एक बहुत बड़ा रूपांतर एक बदलाव आ गया। ശരിക്കും ഒരു മാനസാന്തരം ആ ശമര്യക്കാരി സ്ത്രീയുടെ ഹൃദയത്തിൽ ഉണ്ടാവാനിടയായി. उसी समय जो उस स्त्री के अंदर जो है एक बहुत बड़ा मन फिरावट आ गया। ഇതായിരിക്കണം പ്രവചനത്തിൽ കൂടെ ഒരു സഭയിൽ ഉണ്ടാകേണ്ടത്. ये एक कलीसिया के अंदर भविष्यवाणी के द्वारा होना चाहिए। അങ്ങനെ ആയിരിക്കണം സഭയിൽ കടന്നു വരുന്ന ആത്മാക്കൾ മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത്. ऐसे जो कलीसिया में आने लोगों की मन फिरावट और उद्धार होना चाहिए। കാരണം അവന് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ അവൾക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ जब वो उसके जीवन के अंदर की गुप्त बातें जो और कोई नहीं जानता वही जानता है और परमेश्वर जानता है वो बात जब प्रकट करते हैं അവന്റെ ഉള്ളിൽ അവളുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും, ഇത് ദൈവത്താൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. तब उसके या उसके दिल के अंदर जो है एक डर जगेगी कि ये परमेश्वर की ओर से आ रहा है। അപ്പൊ അത് ദൈവം വസിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി ഒരു ഭയഭക്തിയോടുകൂടെ തന്നെ സമ്പൂർണ്ണമായി അവൻ സമർപ്പിക്കുവാനിടയാവും. तब वो एक डर से कि यहाँ पे परमेश्वर है करके एक चिंता उसके अंदर आएगी, उसी के द्वारा उसके अंदर एक डर जगेगी ये परमेश्वर की जगह है करके तब वो पूरी तरह समर्पण ആ വ്യക്തി ഒരു പാപിയാണെന്നുള്ള ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. मैं एक पापी हूँ करके उसके अंदर एक चित्त जगेगी। ഞാനൊരു പാപിയാണെന്നൊരു ചിന്ത ഉണ്ടാകുകയും ഹൃദയത്തിനകത്ത് ഉണ്ടാകുകയും യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള പൂർണ്ണ ബോധം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. जब वो एक व्यक्ति के जीवन के अंदर मैं एक पापी होकर के एक सोच आना चाहिए, उसके बाद ये मेरे लिए एक उद्धार करता वो यीशु मसीह है करके वो विश्वास करेंगे तभी वो उद्धार पाएंगे। ഹൃദയ തകർച്ചയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ മാത്രമേ ഹല്ലേലൂയ മാനസാന്തരം പൂർണ്ണത ഉണ്ടാകുന്നുള്ളൂ. एक टूटे मन के साथ जब परमेश्वर की सन्निधि में आएंगे तभी वो वहाँ पे रूपांतर होगा, അല്ലാത്തൊന്നും മാനസാന്തരമല്ല. नहीं तो मन फिरावट नहीं है। അങ്ങനെ മാനസാന്തരപ്പെടാത്ത വരുന്നതൊക്കെ സഭയിൽ വന്നാൽ अगर ऐसे ना मन फिरावट करते हुए लोग अगर कलीसिया में आएंगे അപിശാച് അവൻ എടുത്ത് പ്രയോജനപ്പെടുത്താനിടയാവും. शैतान उसके द्वारा कार्य करे, സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. कलीसिया के अंदर बहुत लड़ाई चलेगी। ഇന്ന് നാം കാണുന്ന സഭകളിൽ ഉള്ളതിൽ 95% ആൾക്കാരും आज हम जो देख रहे हैं उसमें से 95% जो लोग ഈ ഹൃദയ നുറുക്കത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് മാനസാന്തരപ്പെട്ടവരായിരിക്കത്തില്ല. ये टूटे मन के साथ परमेश्वर के सन्निधि में आए हुए मन फिरावट पाए हुए लोग नहीं है। ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു പ്രതികൂലം വന്നു, ഒരു പ്രശ്നം വന്നു, സുവിശേഷം കേൾക്കുവാൻ ഇടയായി, ദൈവം അവരെ അതിൽ വിടുവിച്ചു, ആ സന്തോഷത്തോടുകൂടി അവർ ദൈവത്തിൽ വരികയാണ്. ये जो आए हुए लोग ऐसा है कि उनके जीवन के अंदर कोई परेशानी था, दुख था, संकट था या कोई बीमारी था, उसमें से छुटकारा पा गया तो कुछ उस खुशी के साथ परमेश्वर के सन्निधि में എന്നാൽ അവന്റെ അന്തരാത്മാവിലുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാന്റെ ഗുണം ദൈവാത്മാവിന്റെ പ്രവൃത്തി ആ സഭയിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായ ഒരു മാനസാന്തരം ഉണ്ടാകുകയില്ല. लेकिन उस व्यक्ति के जीवन के अंदर की गुप्त बातें, उसके निजी जीवन की बातें अगर उसको कोई समझाएंगे नहीं है तो उसके जीवन के अंदर कोई मन फिरावट അതുകൊണ്ട് नहीं आएगा। പ്രവചനം ദൈവസഭയിൽ ഉള്ളവർക്ക് പ്രബോധനത്തിന് കാരണമാകുമ്പോൾ തന്നെ പുതുതായിട്ട് കടന്നു വരുന്നവർക്ക് മാനസാന്തരത്തിലുള്ള വലിയൊരു വഴിയൊരുക്കുന്നതാണ് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത്. एक कलीसिया के अंदर की भविष्यवाणी अगर कोई देर है तो उस कलीसिया के लोगों के उद्धार के साथ साथ जो नए आने वाले लोगों के लिए एक मन फिरावट के कारण भी बनना चाहिए। ഇത് മാത്രമല്ല, പ്രവചനം ഒരു സഭയിൽ യഥാർത്ഥമായി നടക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾ ആത്മീയപരമായി വളരുവാനും പഠിക്കുവാനും അല്ലെങ്കിൽ ആത്മീയപരമായി പഠിക്കുന്നതിന് കാരണമായി തീരും. यही नहीं है, कलीसिया के अंदर एक भविष्यवाणी की कलीसिया है तो उस कलीसिया के लोग अपने आत्मिक जीवन में बढ़ोतरी पा सकते हैं और परमेश्वर के वचन को और गहराई से सीख सकते हैं। 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. पहला कोरिन्थियों उसका 14 का 31 में हम ऐसे पढ़ते हैं, എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. पहला कोरिन्थियों उसका 14 का 31, क्यों तुम सब एक एक करके भविष्यवाणी कर सकते हो ताकि सब सीखे और सब शांति पाए। ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും പഠിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും ആത്മീയപരമായി
ദൈവിക കാര്യങ്ങൾ അധികമായി ഗ്രഹിച്ചെടുക്കുവാൻ തക്കവണ്ണമായി പ്രവചനം നമുക്ക് സഹായമായി തീരുന്നു. हर किसी के जीवन के अंदर आत्मिक बढ़ोतरी पाने के लिए ये जो भविष्यवाणी जो है कार्य करता है. ഇത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ബൈബിൾ സ്റ്റഡിയിലോ അല്ലെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെയോ പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ये एक टीचर जैसे हमें सिखाता है वैसे मैं नहीं बता रहा हूँ. ഇത് ദൈവാത്മാവിൻ്റെ മൂല്യമുള്ള ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ് പ്രവചനത്തിൽ കൂടെ നടക്കുന്നത്. भविष्यवाणी के द्वारा परमेश्वर की उस पवित्र आत्मा की जो गहराई की बातें जो है हमें सिखाते हैं. എന്നാൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, लेकिन इसमें खास बात क्या है? ഇത് ദൈവത്തിൻ്റെ വചനത്താൽ പരിശോധിപ്പിക്കപ്പെടണം. ये परमेश्वर की वचन से परखना चाहिए. ആമേൻ. അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവചിക്കുമ്പോൾ ആ പ്രവചിക്കുന്നത് ദൈവാത്മാവിൽ തന്നെയാണോ അല്ലെങ്കിൽ ദൈവവേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവചിക്കുന്നതെന്ന് വിവേചിക്കുവാൻ അഭിഷേകം പ്രാപിച്ചവർ, കൃപ പ്രാപിച്ചവർ അതിനെ വിവേചിച്ചുകൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. खास बात यह है कि जब भविष्यवाणी आप सुनते हैं तो उसको परमेश्वर के वचन के आधार पर ही बोल रहे हैं करके आपको परखना जरूरी है. അപ്പോൾ പ്രവചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവചനത്തെ ഗ്രഹിപ്പാൻ, മനസ്സിലാക്കാൻ, വിവേചിപ്പാൻ ആവശ്യമുള്ള ആൾക്കാരും സഭയിൽ ഉണ്ടായിരിക്കണം. तो इस भविष्यवाणी को परखने के लिए, उसको समझाने के लिए भी लोग कलीसिया के अंदर होना चाहिए. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, പ്രവാചകന്മാരുടെ വിദ്യാലയങ്ങൾ, ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു. हम पुराने नियम में देखते हैं कि भविष्यवाणी देने वाले लोगों के स्कूल थे. അതുപോലെ തന്നെ നാം എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ദൈവസഭയിൽ നടത്തണം. हमें भी ऐसे आजकल कलीसिया में ये सिखाने वाले जो कलीसिया के अंदर स्कूल चलाना चाहिए. അത് മാത്രമല്ല, ഈ വചനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത്, നിങ്ങൾ പ്രവചനവരം വാഞ്ചിക്കണമെന്ന്. भविष्यवाणी के बारे में परमेश्वर के वचन हमें ये सिखाता है कि हमें परमेश्वर के इस भविष्यवाणी के उस वरदान को इच्छा रखना है. ഒരു സഭയിൽ ആ സഭാ ശുശ്രൂഷകനും അല്ലെങ്കിൽ നടത്തിപ്പുകാരനും ആ സഭയിലുള്ളതായിരിക്കുന്ന മൂപ്പന്മാരും ഒക്കെയും ഈ പ്രവചന കൃപാവരമുള്ളവരാണെന്ന് വരികിൽ, उस कलीसिया के पासवान या उसके जो बड़े लोग जो है, ये अगर वरदान उनके अंदर है तो അവർക്ക് സഭയിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും വിവേചിക്കുവാൻ കഴിയും. वो कलीसिया में आने वाले हर एक व्यक्ति को परख सकते हैं. നമുക്കൊരു വാക്യം വായിക്കാം. इसके लिए मैं एक वचन को 1 കൊരിന്ത്യർ 14 അധ്യായം पहला कोरिन्थियों उसका 14 अध्याय അതിന്റെ 31-39 വാക്യം വായിക്കാം. 31 और 39 को पढ़ेंगे हम. വാ. സ്നേഹം ആചരിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. 31 എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ. 39 അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കുകയും വരുത്, സകലവും ഉചിതമായും ക്രമമായി നടക്കട്ടെ. അവിടെ പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നിങ്ങളെ ആത്മീയ പ്രവചനവരം വാഞ്ചിക്കണം. ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 14-1, 31, 39 നമ്മൾ വായിച്ചത്. ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു പ്രവചനവരം വാഞ്ചിപ്പീൻ. അടുത്ത് പറയുന്നു പ്രവചനവരം എന്ത് ചെയ്യണം? 39 വാക്യത്തിൽ പറയുന്നു പ്രവചനവരം വാഞ്ചിപ്പീൻ. प्रेम का अनुकरण करो और आत्मिक वरदानों को भी धुन में रहो, विशेष करके ये कि भविष्यवाणी करो. सो है भाइयों, भविष्यवाणी करने की धुन में रहो और अन्य भाषा बोलने में मना ना करो. അപ്പം വ്യക്തമായും പറയുകയാണ്, പ്രവചനവരത്തെ നിങ്ങൾ വാഞ്ചിക്കണം. वहाँ पे लिखा है कि वो अन्य भाषा, वो भविष्यवाणी की उस वरदान को तुम मांगो. ഇത് വിവേചന വരത്തോടുകൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൃപാവരമാണ് പ്രവചനവരം. ये एक खास सोच विचार के साथ उपयोग करने वाले एक वरदान है. നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾക്ക് വിവേചിക്കുവാൻ കഴിയും. आपके सामने आने वाले हर एक व्यक्तियों को आप परख सकते हो. ദൈവാത്മാവ് വരുന്നവരെ എല്ലാവരെയും വിവേചിച്ചു തരും. पवित्र आत्मा हमें उन सबको परख के दे. അവസാനം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, എല്ലാം ചന്തവും ഉചിതവും അല്ലെങ്കിൽ ക്രമമായി നടക്കട്ടെ. आखिर में हमने पढ़ा है कि सारे बातें सही ढंग से होना चाहिए. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സഭയിൽ ഒരു അഭംഗി ഉണ്ടാകരുത്, അല്ലെങ്കിൽ ദൈവസഭയിൽ ഒരു ടൈം ടേബിളിൽ ക്രമം കെട്ട രീതിയിൽ ഒന്നും ആയിരിക്കരുത്. इसका मतलब है कलीसिया के अंदर सारे चीजों के लिए एक क्रम होना चाहिए. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ക്രമമായി നടന്നുകൊണ്ടിരിക്കുന്ന സഭയെ ക്രമമില്ലാതെ
മാറ്റുക എന്നുള്ളത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. शैतान का बड़ी चाल है कि कलीसिया के जो सही ढंग से चलने वाले कलीसियाओं को गलत तरीके से चलाना. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവസഭയിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള അഭിഷക്തന്മാരും മൂപ്പന്മാരും ദൈവസഭയിലെ മുതിർന്ന വിശ്വാസികളെല്ലാവരും ഈ കൃപാവരം വാഞ്ചിക്കണം, അത് പ്രാപിക്കണം. इसलिए कलीसिया के हर एक जो बड़े लोग जो है या पासवान लोग जो है कलीसिया के जो चलाते हैं हर एक व्यक्ति जो है इस वरदानों को मांगना. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോയിന്റോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. एक बात और मैं सिखाना ഈ चाहता हूं. കൃപാവരം ഉപയോഗിക്കുന്നതും ദുരുപയോഗിക്കുന്നതും ഒക്കെയും ആ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ये जो भविष्यवाणी जो करने वाले व्यक्ति के ऊपर की बात है वो कैसे उसका उपयोग कर रहा है. നമ്മൾ എങ്ങനെയാണ് ഈ കൃപാവരം ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കരങ്ങളിലായിരിക്കുന്നു. इस वरदानों को हम कैसे उपयोग करते हैं करके वो हमारे हाथ में है. ആറ്റം എന്ന് പറയുന്നതായിരിക്കുന്ന അണുവിനെ കുറിച്ച് നമുക്കറിയാം. और उस आटम करके जो बोलने वाला उस शक्ति आप जानते हो. അതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. उसको दो तरीके से हम उपयोग कर ഒന്ന് सकते हैं. നശീകരണത്തിനായും നമുക്കതിനെ ഉപയോഗിക്കാം. एक जो है इस पूरे दुनिया को नाश करने के लिए हम उसका उपयोग कर सकते അതേസമയം हैं. അതുകൊണ്ട് അനേക പ്രയോജനമുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. उसी के साथ साथ हम उसके साथ अच्छे अच्छे कामों को भी ला सकते हैं. എന്ന് പറഞ്ഞാണ് ദൈവം നമുക്ക് നൽകി തരുന്ന സകല കൃപാവരങ്ങളും അത് ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുവാൻ കഴിയും അതുള്ള വ്യക്തിക്ക്. वैसे ही है परमेश्वर की ओर से आने वाले हर एक वरदान जो है गलत तरीके से भी सही ढंग से भी उपयोग कर सकते हैं. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും. और उसका पूर्ण जो सामर्थ्य जो है उसके हाथ में जो इसका उपयोग करते हैं. വചനം നമുക്കത് വ്യക്തമായി തെളിവ് തരുന്നുണ്ട്. वचन में पूरी तरह इसको सफाई देते ഒന്ന് हैं. കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിന്റെ 32 വാക്യം നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. पहला कोरिन्थियों उसका 14 का 32 में वो साफ साफ लिखा है. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. भविष्यवक्ताओं की आत्मा भविष्यवक्ताओं के वश में है. ഹല്ലേലൂയ. हालेलुया. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ആത്മാവിലാണ് വിശ്വാസത്താൽ നമ്മൾ എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. हमारे अंदर जो आत्मा है उनकी अगुवाई में हम हर वरदानों को उपयोग करते हैं. അതുകൊണ്ട് ഈ കൃപാവരങ്ങൾ പ്രാപിച്ച വ്യക്തികൾ വളരെ പക്വതയുള്ളവരായിരിക്കണം. इसलिए वरदानों को पाए हुए लोग जो है बहुत संयम रखने वाला होना चाहिए. നമുക്ക് തോന്നുന്ന പോലെ പറയുവാനുള്ളതല്ല പ്രവചനം. हम अपनी रीति से या अपने मुंह में जो आने वाली बातें बोलना नहीं चाहिए. പ്രവാചകൻ ഒരു ആലസ്യത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മയക്കത്തിന്റെ അവസ്ഥയിലോ ഇരുന്ന് എന്തോ ഒന്ന് വിളിച്ചു പറയുന്നതല്ല. वो भविष्यवाणी करने वाला जो है अपने जो नींद में या ना सोचे हुए बोलने वाली बात नहीं है. അത് പ്രവാചകന്റെ അധീനതയിലാണ്. वो उस भविष्यवक्ता के हाथ में ही है. അല്ലെങ്കിൽ നമ്മളിലേക്ക് എന്തോ ഒരു വലിയ ശക്തി ഇറങ്ങി വരുമ്പോൾ നമുക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല. हाँ, नहीं तो एकदम से कोई शक्ति हमारे ऊपर आता है तो उसके द्वारा हम कुछ बोलते हैं. കാരണം പ്രവാചകൻ ദൈവത്തിന് വേണ്ടി അവൻ സംസാരിക്കുകയാണ്. അവന്റെ അധരങ്ങളെ തുറന്ന് ദൈവം പറയുന്ന ദൈവം തരുന്ന ആലോചനകൾ അവൻ പറയുകയാണ്. उस भविष्यवक्ता जो परमेश्वर से दिया हुआ परमेश्वर की ओर से आए हुए बातें बोल रहा है. അതുകൊണ്ട് എപ്പോഴെല്ലാം പ്രവാചകൻ സംസാരിക്കുന്ന വാക്കുകളെല്ലാം പ്രവാചകന്റെ നിയന്ത്രണത്തിലായിരിക്കും. इसलिए भविष्यवक्ता बोलने वाली हर एक बात जो है उनके अधीन में होगा. അതുകൊണ്ട് അതിനകത്ത് തെറ്റുകളോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയോ കൂടുതലുള്ള കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല പ്രവചനം എന്ന് പറയുന്നത്. इसलिए भविष्यवाणी जो है वो ऐसी चीज़ नहीं है जो अपने इच्छा के अनुसार अपने मन की बातें बोलना नहीं है. വേദപുസ്തകം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. परमेश्वर की वचन हमें ये खास सिखाते हैं. പ്രവാചകന് തെറ്റുകൾ പറ്റും. भविष्यवक्ताओं को गलती हो सकते हैं. അതുകൊണ്ട് പ്രവചനം വിവേചിക്കേണ്ടതാണ്. इसलिए भविष्यवाणी जो है उसको परखना जरूरी है. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൃപാവരമാണ് പ്രവചനം എന്ന് പറയുന്നത്. इसलिए एक बहुत खास वरदान है ये जो भविष्यवाणी. അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി അതുപോലെ തന്നെ വളരെ 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 സൗമ്യതയോടുകൂടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി അത് ഉപയോഗിക്കേണ്ടതായിരിക്കും. इसलिए उसका उपयोग करने वाला व्यक्ति जो है बहुत संयम के साथ या बहुत सोच विचार के साथ उसका उपयोग करना. കാരണം ഇതിനെ ശരിക്കും മനസ്സിലാകാത്ത വ്യക്തികൾ പലപ്പോഴും ഈ പ്രവചനത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ദുരുപയോഗമായി അല്ലെങ്കിൽ ദുഷ്പ്രവചനമായൊക്കെയും മാറുന്നുണ്ട്. इसलिए इसको ना समझते हुए लोग बहुत गलत तरीके से इसको उपयोग करते हैं. इसलिए दूसरे लोगों के लिए बहुत एक गलत तरीके से उनके जीवन में संभव हो जाता है. അതുകൊണ്ട് നിങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികളുടെ ഉള്ളിൽ ആത്മീയത
അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അവൾ കുറവുള്ളവരെ. കാരണം നിങ്ങളുടെ സഭയിൽ കിടന്ന എല്ലാവരും ആത്മീയ ജീവിതത്തിൽ പക്വതയുള്ളവരായിരിക്കത്തില്ല. क्योंकि आपके कलीसिया में आने वाले हर एक व्यक्ति जो है आत्मिक रीति से बहुत बढ़ोतरी पाए हुए लोग नहीं होंगे. സഭയിൽ ശിശുക്കളായവരുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മീയപരമായ ശിശുക്കളായവരുണ്ട്. कलीसिया के अंदर जो आत्मिक रीति के बच्चे भी होते हैं. അങ്ങനെയുള്ളവർ അത് മനസ്സിലാക്കുമ്പോൾ കേൾക്കുമ്പോൾ ശിശുക്കൾ എല്ലാത്തെയും വിശ്വസിക്കും. ऐसे लोग ये बातों को जब सुनते हैं, क्योंकि बच्चे लोग जो है हर एक बातों को विश्वास करते हैं. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരം ഏതുമായിക്കൊള്ളട്ടെ, പ്രവചനം എന്നല്ല ഏതുമായിക്കൊള്ളട്ടെ, അതിനെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ जब आपके अंदर परमेश्वर ने दिया हुआ ये जो वरदान जो है, कोई भी वरदान हो, उसको आप जब दुरुपयोग करते हैं, ആ ആത്മീയപരമായി വളർച്ചയില്ലാത്ത ആത്മീയപരമായി ശിശുക്കളായിരിക്കുന്നവർ അതിനെ വിശ്വസിക്കാനിടയാവും. जो आत्मिक रीति से बढ़ोतरी ना पाए हुए लोग जो है, जो बच्चे लोग जो है उसको जल्दी से विश्वास करते हैं. അതവരെ അനാത്മീയ കാര്യങ്ങളിലേക്ക് തെറ്റിലേക്ക് തിരിക്കും. वो उनको गलत बातों में या आत्मिक बातों के छोड़ के जो दूसरी बातों में लेके അതുകൊണ്ട് അത് വളരെ പ്രയാസങ്ങളിലേക്ക് അല്ലെങ്കിൽ സഭയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. इसलिए कलीसिया के अंदर बहुत गलत ढंग की बातें होना जरूरी होगा. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, പ്രവചിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് തെറ്റുകൾ പറ്റാൻ വളരെയധികം ചാൻസുകൾ ഉണ്ടെന്ന് വേദപുസ്തകം വ്യക്തമായിട്ടും നമുക്ക് തരുന്നു. हमारे परमेश्वर की वचन हमें ये साफ सिखाता है कि भविष्यवक्ताओं से भी गलती हो सकती है. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനം 14:29 പറഞ്ഞിരിക്കുന്നത്, वहाँ में पहला कोरिन्थी उसका 14:29 में इसीलिए പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. भविष्यवक्ता में से 2 या 3 बोले और शेष लोग उनके वचन को सुने. ഹല്ലേലൂയ. പ്രവാചകന്മാർ 1-2 പേര് വിവേചിക്കുകയും മറ്റുള്ളവർ പ്രവചിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. भविष्यवक्ता में से 2 या 3 लोग बोले और बाकी लोग परखे उसको. അടുത്ത് നമ്മൾ വായിക്കുന്നു, ഇത് പ്രവചനത്തെക്കുറിച്ചുള്ള പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. 2-3 പോയിന്റുകളാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. വ്യവസ്ഥാവരൻ उसका 18 का 20 से 22 तक पढ़ रहा है. ഇതിനകത്ത് തെറ്റ് പറ്റും എന്നുള്ളതിന് ചില പ്രൂഫുകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. मैं गलती हो सकता है करके उसके लिए मैं कुछ सफाई दे रहा हूं. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്നതിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയം കൃത്യമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. व्यवस्थावरण उसका 18 का 20 से 22 तक पढ़ रहे हैं. परंतु जो नवी अभिमान करके मेरे नाम से कोई ऐसा वचन कहे जिसकी आज्ञा मैंने उसे ना करी हो, वह पराये देवताओं के नाम से कुछ कहे, वो नबी मार डाला जाए. और यदि तू अपने मन में कहे कि जो वचन यहोवा ने नहीं कहा उसको हम किस रीति से पहचाने, तो पहचान ये है कि जब कोई नबी यहोवा के नाम से कुछ कहे, तब यदि वो वचन ना घटे और पूरा ना हो जाए तो वो वचन यहोवा का कहा हुआ नहीं, परंतु उस नबी ने ये बात अभिमान करके कही है, तो उसे भय ना खाना. അപ്പൊ പ്രവാചകന് തന്റെ സ്വയമായും സംസാരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ये वचन हमें ये साफ सिखाता है कि भविष्यवक्ता जो भविष्यवाणी बोलने वाला व्यक्ति जो है खुद से अपने मन की बातें भी बोल सकते हैं. ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, जब हम सारी वचनों को पढ़ते हैं तो हमें ये समझना है നമ്മളത് പ്രവചനത്തിനകത്ത് തെറ്റുകൾ പറ്റാൻ ചാൻസുകളുണ്ട്. ഭവിഷ്യവാണി के अंदर गलतियां हो सकते हैं. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരു പ്രൂഫായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. उसको सफाई देने के लिए मैं एक वचन और पढ़ के യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം, यिर्मयाह की किताब उसका 14 का 14 അതിന്റെ 14, 15, 16, 17 ഇങ്ങനെ താഴോട്ട് നിങ്ങൾ വായിച്ചു വരികയാണെങ്കിൽ, ഞാൻ ഒരു വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ. ആ വാക്യം വരികയാണെങ്കിൽ ആ ഭാഗമെല്ലാം ഈ കള്ളപ്രവചനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് പറ്റാവുന്ന തെറ്റുകളെ കുറിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. यिर्मयाह की किताब उसका 14 अध्याय के अंदर 14 से लेके अगर आप नीचे पढ़ेंगे तो ये झूठे भविष्यवक्ताओं के बारे में वहाँ लिखा है. യഹോവ എന്നോട് അരുളി ചെയ്തു, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. और यहोवा ने मुझसे कहा, ये भविष्यवक्ता मेरे नाम लेकर झूठी भविष्यवाणी करते हैं.
मैंने उनको ना तो भेजा और ना कुछ आज्ञा दी और ना उनसे कोई भी बात कही। वे तुम लोगों से दर्शन का झूठा दावा करके अपने ही मन से व्यर्थ और धोखे की भविष्यवाणी करते हैं। ആമേൻ. ഇതാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞത്. मैंने शुरुआत में ही आपको यही बताया था। പ്രവാചകന് തെറ്റുകൾ പറ്റാം. भविष्यवक्ताओं को गलती हो सकते हैं। അത് സ്വാഭാവികമാണ്. वो स्वाभाविक बात है। നല്ല പ്രവാചകന് പോലും തെറ്റുകൾ പറ്റാം. जो सही ढंग के भविष्यवक्ता है उनसे നമ്മൾ യെരമ്യാ പ്രവചനത്തിൽ വായിച്ച ഭാഗത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എന്ത് ചെയ്യാണ്, ദർശനങ്ങളും പോഷ്കുകളും യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. हमने अभी जो जहाँ पे वचन को पढ़ा है वहाँ पे बता रहे हैं कि वो यीशु मसीह के नाम से गलत बातें या परमेश्वर വ്യാജ ദർശനങ്ങളും പോഷ്കുകളും പറയുന്നു. गलत बातें और झूठी बातें बोल रहा है। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവചനത്തിൽ വളരെയധികം തെറ്റുകൾ പറ്റാം. हमें समझने वाली बात है कि हमें भविष्यवाणी के अंदर बहुत गलती हो അത് सकती है। സംഭവിച്ചുകൊണ്ടിരിക്കുക, ഒത്തിരി ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ऐसे बहुत जगह आजकल भी हो रहा है। നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും അതിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. बहुत लोग उसको समझ नहीं रहे, इसलिए उसमें फंसे हुए हैं। എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് എന്നോട് ഈ പ്രവാചകന്മാരെന്ന് പറയുന്നവർ വന്ന് ഇതുപോലുള്ളതായിരിക്കുന്ന വ്യാജ ദൂതുകൾ പറഞ്ഞ് അത് വിശ്വസിച്ച് ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ ദൈവം തരേണ്ട നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒത്തിരി പേരെ എനിക്കറിയാം. मैं ऐसे बहुत सारे लोगों को जानता हूँ जो अपने जीवन के अंदर ऐसे झूठ भविष्यवाणी सुन के अपने उस विचार में फंसे हुए लोग, जो परमेश्वर के जो अच्छे भलाइयों को ना पा सके, उनके आशीषों को ना पाते हुए गलत फेमे में बैठे हुए लोगों को मैं जानता हूँ। പ്രവചനത്തിന്റെ ഗുണവും ദോഷവുമായിരിക്കുന്ന വശങ്ങളെ കുറിച്ചുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറയട്ടെ. इस भविष्यवाणी की जो सही साइड और गलत साइड भी मैं आपको बोलना चाहती ഇത് हूँ। ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിരിക്കരുത് ഒരിക്കലും. ये जो भविष्यवाणी बोलने वाला जो व्यक्ति जो है, जो बोलते हैं, वो परमेश्वर के वचन के विरुद्ध नहीं होना चाहिए। അതുകൊണ്ട് ദൈവവചനവുമായിട്ട് നിങ്ങൾ ഇതിനെ തട്ടിച്ചു നോക്കണം. इसलिए परमेश्वर के वचन से आपको इसको मिलाना है। ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വിട്ടിട്ട് അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ പ്രവാചകനിൽ കൂടെ ദൈവം ഒരിക്കലും പറയത്തില്ല. परमेश्वर अपने इस वचन को छोड़ के कोई बात करने के लिए भविष्यवक्ता के द्वारा नहीं बोले। ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളുടെ നന്മയാണ് പ്രതീക്ഷിക്കുന്നത്. परमेश्वर आप सबकी जो है भलाइयाँ चाहते हैं। നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ നിരാശയിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, ഭാരത്തിലായിരിക്കാം, ദാരിദ്ര്യത്തിലായിരിക്കാം, രോഗത്തിലായിരിക്കാം, ബലഹീനതയിലായിരിക്കാം. അങ്ങനെ വിവിധമായ നിലകളിൽ ഈ ഭൂമിയുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരു പരാജയമായിരിക്കാം, ഒരു തോൽവിയായിരിക്കാം. जब आप परमेश्वर में आने से पहले जो है आपके जीवन के अंदर बहुत दुख, संकट, परेशानी, बीमारी और गरीबी, ये सारे बातों को देखते हुए जीवन बिता रहे हो। എന്നാൽ ദൈവസന്നിധിയിൽ വന്നതിന് ശേഷവും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതെന്നൊരിക്കലും നിങ്ങൾ ഇതുവരെയും പൂർണ്ണമായി ദൈവസന്നിധി വന്നിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. यीशु मसीह में आने के बावजूद भी आप उस परेशानी से हटा नहीं है, आप अभी भी वही जीवन बिता रहे थे, तो इसका मतलब है आप सही ढंग से यीशु मसीह को जाना नहीं है, या सही ढंग से आपके मन के अंदर बदलावट आया नहीं। കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ദൈവത്തിന് തിരുവചനം ശുശ്രൂഷിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാനായിട്ട് യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. पिछले हफ्ते भी मैंने जब वचन आपको बता रहे थे तब मैंने बोला है, यीशु मसीह ने कहा है कि जो मुझे देखने वाले मेरे पिता को देखा है। നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പിതാവായ ദൈവത്തിന്റെ ഹിതം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. अगर आप यीशु मसीह को ध्यान से देखेंगे तो आपको पता चल जाएगा पिता की इच्छा क्या है। ഒരു ഉദാഹരണം മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ട് അവിടുന്ന് കടന്നു പോട്ടെ. मैं वहाँ पे एक उदाहरण बता के आगे बढ़ता हूँ। യേശുവിന്റെ അടുക്കൽ വന്ന സകല രോഗികളെയും യേശു സൗഖ്യമാക്കി. यीशु मसीह के पास आने वाले हर एक बीमारों को यीशु मसीह ने चंगा किया। ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. मैं एक सवाल आपसे पूछ रहा हूँ। രോഗം ദൈവത്തിന്റെ ഹിതമായിരുന്നുവെങ്കിൽ, अगर बीमारी जो है परमेश्वर की इच्छा है, तो പിതാവായ ദൈവത്തിന്റെ ഹിതം രോഗമായിരുന്നുവെങ്കിൽ, अगर पिता परमेश्वर की इच्छा अगर बीमारी है, तो പുത്രനായ ദൈവം വന്ന് രോഗം സൗഖ്യമാക്കിയെങ്കിൽ പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന് വിരോധമായല്ലേ പ്രവർത്തിച്ചത്? जब यीशु मसीह उस बीमारों को चंगा किया है, तो वो यीशु मसीह ने पिता परमेश्वर की ओर कार्य किया है। യേശു പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. यीशु ने कहा है कि मुझे देखने वाले मेरे പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ഈ ക്രിയകളെല്ലാം ചെയ്യുന്നു. पिता मेरे अंदर रहते हुए सारे कार्य करते हैं। ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നതല്ല. मैं अपने आप कुछ नहीं कर रहा हूँ। അപ്പൊ അങ്ങനെയാണെന്ന് വരികിൽ ഒരു രോഗിയെ യേശുക്രിസ്തു സൗഖ്യമാക്കുമ്പോൾ, अगर ऐसा है तो ये जब यीशु मसीह एक बीमार को चंगा करते हैं, ആ രോഗം ദൈവത്തിന്റെ ഹിതമായിരുന്നുവെങ്കിൽ, अगर वो बीमारी जो है अगर परमेश्वर की इच्छा है, तो ആ രോഗം ദൈവം തന്നിട്ട് ദൈവം തന്നെ ആ രോഗത്തെ എടുത്തു കളയുമ്പോൾ അപ്പോൾ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയല്ലേ?
अगर वो बीमारी अगर हटा रहे हैं तो वो परमेश्वर के विरुद्ध कार्य कर रहा है. അപ്പൊ അവൻ ഒരിക്കലും അവന്റെ വചനത്തിന് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. परमेश्वर अपने वचन को छोड़ के या उनके विरुद्ध कभी भी कोई कार्य को नहीं करता. ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. इस्राएल लोगों के बारे में हम पढ़ते हैं. 40 വർഷം അവര് മരുഭൂമിയിൽ യാത്ര ചെയ്തു. 40 साल वो लोग रेगिस्तान में अपना जीवन को चलाया. അവിടെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നു, അവരിൽ ഒരുത്തൻ പോലും ബലഹീനനില്ലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. लेकिन वहाँ देखते हैं वहाँ पे एक भी व्यक्ति जो है कमजोर नहीं था. കാരണം കുഞ്ഞാടിന്റെ മാംസവും രക്തവും ഭക്ഷിച്ച്, അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഉള്ളിൽ മറയ്ക്കപ്പെടുകയും കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുകയും ആ പെസഹ ആചരിക്കുകയും ചെയ്ത ആ ഇസ്രായേൽ ജനങ്ങളിൽ ഒരുത്തൻ പോലും രോഗികളോ ബലഹീനന്മാരോ ഇല്ലായിരുന്നു എന്ന് വ്യക്തമായി പഴയ നിയമം വെളിപ്പെടുത്തുന്നു. क्योंकि वो जो मेमने की जो लहू को पिया हुआ या उस उनके मांस को खाया हुआ जो उसमें से कोई भी व्यक्ति जो है कमजोर नहीं है करके हम देखते हैं. അപ്പൊ രോഗസൗഖ്യം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതമേ, അല്ലാതെ രോഗം എന്നുള്ളത് ദൈവഹിതമല്ല. हाँ, तो चंगाई जो है परमेश्वर की ओर से है और बीमारी जो है परमेश्वर की ओर से नहीं है. അപ്പൊ ഏതെങ്കിലും പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ മുഖത്തോട്ട് നോക്കി അല്ലെങ്കിൽ താഴോട്ട് നോക്കി മേലോട്ട് നോക്കിയിട്ട് ഞാൻ അവിടെ ഒരു രോഗം കാണുന്നു, ഇവിടെ ഒരു ഓപ്പറേഷൻ കാണുന്നു, ഇവിടെ ഒരു ബലഹീനത കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതല്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. हाँ, तो अगर आपके पास कोई भविष्यवक्ता आके अगर कह रहे हैं कि आपको कोई बीमारी है या ऑपरेशन होने वाला है ये सब बोल रहे हो तो वो परमेश्वर की ओर से नहीं. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മീറ്റിങ്ങിൽ പോയിരുന്നപ്പോൾ അവിടെ ഒരു വലിയ പ്രവാചകൻ, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രവാചകൻ എന്നൊക്കെയുള്ള പേരിലുള്ള ഒരു സഹോദരി അവിടെ വന്നിരുന്നു. हाँ, एक बहुत साल पहले की बात है, मैं जब एक जगह पे गया एक मीटिंग में, वहाँ पे एक भविष्यवाणी करने वाली आई थी. എല്ലാവരോടും അവരിങ്ങനെ ദൂതുകളൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നു. हाँ, हर किसी से वो अपनी दूध बोल रही थी. എൻ്റെ അടുക്കലും വന്നു. मेरे पास भी आया എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ബ്രദറിന്റെ വലത്തെ സൈഡിൽ ഒരു ബലഹീനത കാണുന്നു, ഒരു വേദന ഉള്ളതുപോലെ തോന്നുന്നു കാണുന്നു എന്ന് പറഞ്ഞു. हाँ, आपके जो बाएं तरफ जो है मेरे को एक दर्द दिखाई दे रहा है, वहाँ पे मुझे कुछ संकट नजर आ रहा है. ദൈവം അനുവദിച്ച് ഞാൻ ജനിച്ച അന്ന് മുതൽ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല. पैदा होने के बाद जो अभी तक जो मैं आपसे बात कर रहा हूँ, अभी तक मेरे जीवन के अंदर ऐसा कोई दर्द नहीं हुआ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് അങ്ങനെ ഒരു വേദന ഇല്ല. मैंने उनसे कहा कि मेरे को ऐसा कोई दर्द नहीं അതൊന്ന് है. വ്യക്തമാക്കി തന്നിട്ട് അടുത്ത വചനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. मैंने कहा है कि मुझे सफाई देने के बाद आप आगे बढ़ो. അപ്പോഴത്തേക്ക് ആ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ദൈവദാസൻ എനിക്ക് പരിചയമുള്ളതാണ്. അദ്ദേഹം പെട്ടെന്ന് ഓടി വന്നു. അതൊരു പ്രശ്നമായ ഒരു ഇഷ്യൂ ആയി മാറാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ടുപോയി. हाँ, उसके बाद जो वहाँ के जो पासवान लोग हैं जो है वहाँ पे उस बात को खत्म करा दिया. ഒരുപക്ഷെ ബലഹീനമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അറിയാത്ത ഒരു വ്യക്തിയോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിമിഷം മുതലോ അല്ലെ പിറ്റേ ദിവസം മുതലോ അവന്റെ വയറ്റിൽ വേദന ഉണ്ടാകും. शायद वो अगर परमेश्वर के वचन को अच्छी तरह नहीं जानने वाला व्यक्ति है तो उसके जीवन के अंदर उसी समय से उसके पेट के अंदर दर्द शुरू हो जाएगा. പക്ഷെ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. लेकिन परमेश्वर के वचन को जानने वाले एक व्यक्ति के जीवन के अंदर शैतान कार्य नहीं कर पाएगा. കാരണം ദൈവം അവന്റെ വചനം വിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവചന ദൂതുകളും അറിയിക്കുകയില്ല. वो इसलिए है कि परमेश्वर अपने वचन को छोड़ के कोई भी भविष्यवाणी नहीं देता. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. एक दो बातें और बता के मैं खत्म करूँ. അതിന്റെ വീണ്ടും രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പ്രവചനവും യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. അല്ലെ, അവന്റെ സർവ്വശക്തിയും സർവ്വവ്യാപിത്വവും സർവ്വ ജ്ഞാനത്തെയും ഉയർത്തി കാണിക്കുന്നതായിരിക്കും പ്രവചനം. दूसरी बात है कि यीशु मसीह के हर एक गुणों को उठाने वाले या उनको ऊंचा दिखाने वाला भविष्यवाणी होना चाहिए. ഇത് ഒരിക്കലും വിശ്വാസികളെ കലക്കത്തിലോ നിരാശയിലോ, അതാ ഞാൻ ആദ്യം പറഞ്ഞ അനിശ്ചിതത്വത്തിലോ തള്ളിവിടുന്നതല്ല പ്രവചനം. ये जो विश्वासी लोगों को गलत तरीके से उनको नहीं चलाएगा. ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ഇടയിൽ അല്ലെങ്കിൽ ഒരു സാക്ഷ്യമുള്ളതായിരിക്കും പ്രവചനം. ये जो आने वाले हर एक के बीच में एक जो अच्छा गवाही देगा. പക്വതയുള്ളവരോട് മാത്രമായിരിക്കണം ഈ പ്രവചനം സംസാരിക്കുന്നതാണ് ശരിക്കും അതിന്റെ അർത്ഥം. इसका मतलब है एक मैच्योरिटी, एक मैच्योर व्यक्ति से ही ये भविष्यवाणी बोलना चाहिए. അങ്ങനെ മുമ്പ് പറഞ്ഞില്ല, എൻ്റെ അനുഭവം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയോടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുകയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും അവൻ അതിനകത്ത് ഇല്ലാത്ത ഒരു രോഗത്തിന് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു വേദനയ്ക്ക് അവൻ അഡിക്റ്റായിട്ട് പോകും. मेरा मतलब है कि जो आत्मिक रीति से कमजोर व्यक्ति से अगर ये बोलेंगे तो परमेश्वर हम जो है वो जो है व्यक्ति आत्मिक रीति से गिर सकते हैं, उसके जीवन के अंदर गलतियां हो सकते हैं. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവചനം അവിടെ നടക്കുകയാണെങ്കിൽ ആ യോഗത്തിന്റെ
അന്തരീക്ഷത്തെ ദുർബലമാക്കാൻ പാടില്ല. ആ യോഗത്തിന്റെ ഗതിയെ മാറ്റുന്നതിൽ കുഴപ്പമില്ല. हाँ, अगर कहीं भी एक मीटिंग चल रहा हो तो उस मीटिंग के अंदर कोई गलत तरीके से बातें नहीं होना चाहिए. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. പ്രവചനത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ये सारी बातें हमें समझना है. അടുത്തൊരു പോയിന്റ്, दूसरी बात है പ്രവചനം ഹല്ലേലൂയ അതിനൊരു നിലപാട് എന്ന് പറഞ്ഞാൽ പ്രവചനം സംഭവിച്ചിരിക്കണം. നിങ്ങളോട് പറയുന്ന പ്രവചനം സംഭവിക്കുന്നതായിരിക്കണം. जो आपसे बोला वो जो भविष्यवाणी है वो बातें होना चाहिए, संभव होना चाहिए. തെറ്റായ പ്രവചനങ്ങളും സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. गलत भविष्यवाणी भी हो सकती है. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഏറ്റെടുക്കുന്ന വ്യക്തിയെ അനുസരിച്ചായിരിക്കും അതിന്റെ പ്രവൃത്തി. वो उसको पाने वाले, उसको स्वीकार करने वाले व्यक्ति के ऊपर होगा वो सारी बात. ബലഹീനരായിരിക്കുന്നവരോട് നിങ്ങളെ വേദപുസ്തകത്തിന് അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ വചനത്തിന് വിരോധമായുള്ള കാര്യങ്ങൾ പറയുകയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്തിരിക്കും? അതിൽ വീണുപോകും, അല്ലെങ്കിൽ ആ വാക്കുകളിൽ വിശ്വസിക്കും. जो आत्मिक विधि से कमजोर व्यक्ति है, अगर आप उससे बातें कर रहे होंगे, वो उसको भविष्यवाणी दे रहे होंगे तो वो उसमें फंस जाएगा. അതെ, ഇത് ഈ പ്രവചിക്കുന്നവരും അത് വിവേചിച്ചിരിക്കണം. പ്രവചിക്കുന്ന വ്യക്തിയെ വിവേചിക്കുന്നതായിരിക്കണം. ये जो भविष्यवाणी करने वाले व्यक्ति को भी परखना चाहिए. അതിന്റെ പ്രത്യേകത യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 7:16 ഇങ്ങനെ പറഞ്ഞു, अतिरिक्त समाचार उसके 7:16 में यीशु मसीह ने ऐसे कहा, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. उनके फल के द्वारा आप उसको परख सकते हैं. എന്ന് പറഞ്ഞാൽ പ്രവചനമൊക്കെ നടക്കും ഒരു ഭാഗത്ത്, इसका मतलब है कि भविष्यवाणी एक तरफ चलेगा, പക്ഷെ അവർക്ക് വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജീവിത രീതിയായിരിക്കും. लेकिन उनको वचन के अनुसार के जीवन नहीं होगा, जिंदगी नहीं होगा. ഇവിടെ ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. ऐसा एक व्यक्ति दिल्ली में भी आया था. ഭയങ്കര പ്രവചനമാണ്. बहुत अच्छे भविष्यवाणी കണ്ണടയ്ക്കുന്ന പോകുന്നിടത്ത് എല്ലായിടത്തും പുള്ളി നടന്ന് എല്ലാവരെയും ഓപ്പറേഷൻ ചെയ്യും, എല്ലാവരെയും താഴെ വീഴിക്കും. वो हर किसी को है बीमारी की बातें भविष्यवाणी. പുള്ളി കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ സകലർക്ക് രോഗമേ ഉള്ളൂ. वो आगे बंद करेंगे तो हर किसी രോഗമില്ലാത്ത ഒറ്റ ആളുമില്ല. സകലർക്ക് രോഗം, പ്രതികൂലം, ഷോക്ക് അടിച്ച് വീഴും, അല്ലെങ്കിൽ പ്രശ്നത്തിൽ വീഴും. ഇതാ അദ്ദേഹത്തിന്റെ പ്രവചനം മുഴുവൻ. उनकी भविष्यवाणी सारे जो है बीमारी की बातें होती है. എന്നിട്ട് പലരോടും പൈസ കടം മേടിക്കും. तो पैसे उधार लेते हैं. കടം മേടിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ പ്രാർത്ഥിച്ചു നിന്നെ ശപിച്ചു കളയും. अगर वो उधार लिया हुआ पैसे वापस मांगेंगे तो वो कहेंगे कि मैं तुम्हें श्राप दूंगा कि तुम बीमार हो जाए. നിങ്ങൾ ഇതെല്ലാം വിവേചിക്കണം. आप ये सारी बातों को ഈ ദുരാത്മാക്കളൊക്കെ ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ ദൈവസഭയെ നശിപ്പിച്ചു കളയും. ऐसा दुष्ट आत्मा कलीसिया में आएंगे तो आपके कलीसिया. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം. അതുകൊണ്ടാണ് ഈ പ്രവചനത്തെ കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത്. कलीसिया को वो लोग नाश करेगा, इसलिए हम ये सारे इतनी गहराई से सीख रहा. ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. सारी बातों ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. एक बात और बता के ഇനി നമുക്ക് ദൈവം പ്രവചനത്തിന്റെ കൃപാവരം നൽകി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രവചിക്കേണ്ടത്? अगर परमेश्वर ने आपको कोई भविष्यवाणी की आत्मा दिया है तो हमें कैसे भविष्यवाणी करना है? നമ്മൾ പ്രവചിക്കാൻ പോകുമ്പോൾ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. भविष्यवाणी करने के समय हमें टेंशन लेने की ആത്മാവിൽ നമ്മൾ വിശ്രമിക്കണം. आत्मा में हमें थोड़ा देर विश्राम लेना എന്ന് പറഞ്ഞാൽ ശാന്തമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. इसलिए आपको थोड़ी देर परमेश्वर की संगति में शांत तरीके से बैठना है. ദൈവത്തിന്റെ ശബ്ദം നിനക്ക് കേൾക്കുന്നുണ്ടോ, ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. परमेश्वर आपसे बातें कर रहे हैं या नहीं कर रहे हैं करके आपको ध्यान देना है. ദൈവാത്മാവിനെ ഒഴുകുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തിന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് പൂർണ്ണമായും നിന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുക. परमेश्वर की आत्मा और आपकी आत्मा से बात करने लायक उस परिस्थिति में आपको लेके आना है. അപ്പോൾ ദൈവം തരുന്ന വചനങ്ങൾ വിശ്വാസത്താൽ ഉച്ചരിക്കുക. तब परमेश्वर की ओर से आने वाली बातों को विश्वास से आप मुंह से बोलना ഒരു है. അടിക്കുറിപ്പ് ഞാൻ പറയട്ടെ. एक बात मैं बता रहा हूँ, സകല കൃപാവരങ്ങളും വിശ്വാസത്താലാണ് പ്രവർത്തിക്കുന്നത്. सारे जो वरदान जो है अपने विश्वास के द्वारा ही प्रकट होते हैं. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തരുന്നതായിരിക്കുന്ന ആ വാക്കുകളെ നമ്മൾ വിശ്വാസത്താൽ പറയാൻ തുടങ്ങുമ്പോൾ जब परमेश्वर की ओर से आने वाली बातों को हम विश्वास से जब बोलने लगेंगे, ആ ദൈവം അടുത്ത ദൂതുകൾ അല്ലെങ്കിൽ അടുത്ത ആലോചനകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. परमेश्वर दूसरी बातें जो है हमें देने लगे. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, പ്രവാചകന് നല്ല വിശ്വാസമുള്ളവനായിരിക്കണം. पहली बात है जो भविष्यवाणी बोलने वाले भविष्यवक्ता के अंदर एक बहुत बड़ा विश्वास होना चाहिए. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തന്നിട്ടുണ്ട്. रोमे की किताब उसका 12 के 6 में लिखा है,
आत्मा पूरी तरह से आपके अंदर परमेश्वर ने एक नाप दिया है आत्मा की, ആ അളവിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും. उस नाप को आप बढ़ा सकते हो. നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടെയും ഉപവാസത്തിൽ കൂടെയും ദൈവത്തിന്റെ തിരുവിനെ വായിക്കുന്നതിൽ കൂടെയും ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന അളവിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ കഴിയും. आपके अंदर जो मिला हुआ उस नाप को आप बढ़ा सकते हैं प्रार्थना करके, परमेश्वर के वचन पढ़ के. അപ്പൊ നിങ്ങളുടെ തുടക്കക്കാരനാണെങ്കിൽ अगर आप एक शुरुआती व्यक्ति നിങ്ങളുടെ हैं, വിശ്വാസത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ പ്രവചിക്കാവൂ. आपके विश्वास के अनुसार ही आप भविष्यवाणी करना. അപ്പൊ വളരെ വിവേചനത്തോടുകൂടെ മാത്രമേ, ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം ഇതാണ്, ദൈവം നമുക്ക് തരുന്ന ഏത് കൃപാവരവും ആയിക്കോട്ടെ, പ്രവചനമെന്ന് മാത്രമല്ല, आपके अंदर की हर एक वरदान जो है, कोई भी वरदान हो, അതെല്ലാം നാം വിവേചനത്തോടുകൂടെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. तो हर एक वरदान हो वो आप बहुत संयम के साथ, बहुत सोच विचार के साथ उसको उपयोग करना है. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. मैं यहाँ खत्म कर ഞാൻ रहा हूँ. പറയട്ടെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏത് കൃപാവരമാണെങ്കിലും അതിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് हमारे अंदर दिया हुआ हर एक वरदान, उसे परमेश्वर का इच्छा क्या है? ഒറ്റൊരു കാര്യമേ ഉള്ളൂ, एक ही बात है, ആത്മീയ വർധന ഉണ്ടായിരിക്കണം. आत्मिक बढ़ोतरी होना है. നിങ്ങൾ ക്രിസ്തുവിൽ വളരണം. आप यीशु मसीह में बढ़ना है. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കവിഞ്ഞ സ്നേഹം, ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. यीशु मसीह की उस महान प्रेम से बढ़कर आपके अंदर उस प्रेम होना चाहिए. നമ്മൾ ഇതിനു മുമ്പുള്ള 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ പഠിക്കുവാനായിട്ട് എല്ലാ കൃപാവരങ്ങളും ഉണ്ടെങ്കിലും അത് സ്നേഹത്തിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. अगर आपके अंदर हर एक वरदान भरा हुआ है लेकिन वो प्यार से नहीं है तो वो सारे, उससे कोई फायदा नहीं है. ഇതിനെ ഒരു പ്രൊഫഷണലായിട്ടൊരു ബിസിനസ് ആക്കി മാറ്റുകയാണെന്ന് വരികിൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. अगर इसके द्वारा आप एक बहुत बिजनेस चला रहे हैं तो वो बहुत गलत बात है. അത് ദൈവസഭയ്ക്കും അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കും. वो कलीसिया के लिए उसका उपयोग करने वाले उस व्यक्ति के जीवन के अंदर भी बहुत दुरुपयोग करते हैं, तो अगर उसके जीवन के अंदर बहुत गलत बातें हो सकती അടുത്ത हैं. ആഴ്ച ദൈവം അനുവദിച്ച് നമ്മളൊരു പുതിയ ടൈറ്റിലുമായിട്ട് വീണ്ടും പഠിക്കാനായി ആഗ്രഹിക്കുകയാണ്. अगले हफ्ते परमेश्वर की इच्छा है तो एक नया बातों को हम നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करेंगे. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം. स्वर्गीय पिता, सुंदर परमेश्वर, इस अच्छे मौके के लिए അവിടുത്തെ धन्यवाद. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पित ഞങ്ങളെ അനുഗ്രഹിക്കണം. मैं आशीष രാത്രികാലം ഞങ്ങൾ പഠിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങട്ടെ. आज रात के समय सीखने वाले हर एक बात हमारे दिल के अंदर അനേകർ गहराई से കൃപാവരങ്ങൾക്ക് उतरे വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങളെ കേൾക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. बहुत लोग वरदानों के लिए जो प्रार्थना करते हैं प्रभु, ऐसे बहुत लोग അത് വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കുവാനുള്ള ഒരു വിശ്വസ്തത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. परमेश्वर उसको सही ढंग से उपयोग करने का एक दिल उनके अंदर होने चाहिए. കർത്താവെ, അത് ദുരുപയോഗപ്പെടുത്തുവാൻ ദൈവം അവരെ അനുവദിക്കരുത്. परमेश्वर उसके कोई भी व्यक्ति उसको दुरुपयोग ना करने पाए. അവിടുത്തെ നാമം മാത്രം എല്ലാ കൃപാവരങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ ഉയർത്തപ്പെടുമാറാണ്. यीशु मसीह आपका नाम ही हर एक वरदानों से प्रकट होने ദൈവസഭ पाए. വളരട്ടെ, कलीसिया बढ़ने पाए, ആത്മീയ വർധന ഉണ്ടാകട്ടെ, आत्मिक बढ़ोतरी होने पाए. ക്ഷീണിച്ചിരിക്കുന്നവൻ വിശ്വാസത്തിൽ തഴയ്ക്കട്ടെ, जो कमजोर व्यक्ति जो है अपने जीवन में विश्वास में बढ़ने पाए. ദൈവത്തിന്റെ സഭ വളരട്ടെ. परमेश्वर की कलीसिया बढ़ने അതിനായി पाए. പരിശുദ്ധാത്മാവ് സഹായിക്കണം. उसके लिए पवित्र आत्मा सहायता അവിടുത്തെ करें. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करते പ്രാർത്ഥന हैं. കേട്ടതിനാൽ സ്തോത്രം आपने ചെയ്യുന്നു. हमारी प्रार्थनाओं को सुन ली, इसलिए ക്രിസ്തുയേശുവിന്റെ धन्यवाद. നാമത്തിൽ തന്നെ यीशु मसीह के नाम से ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको बहुत आयत से आशीष करने पाए. ഞായറാഴ്ച നമുക്ക് ആരാധനയുണ്ട്. इस इतवार को भी आराधना होगा ദൈവം അനുവദിച്ച് നമ്മൾ 10:30 ആകുമ്പോൾ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കും. और परमेश्वर की इच्छा है, परमेश्वर के आगमन देरी है तो हम फिर से സൂമിൽ 10:30 കൂടെയും बजे मिलेंगे. ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. जूम के द्वारा, फेसबुक के द्वारा हमसे ध्यान देते हैं सब, हर किसी को परमेश्वर ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष കേൾക്കപ്പെട്ടതായ करने എല്ലാ വചനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. पाए. सुना हुआ हर एक वचन आपके जीवन के अंदर कार्य करने May पाए. God bless you. आप सबको परमेश्वर आशीष करें. Amen. हालेलुया.